Composite materials. A composite material is a material consisting of two or more phases that are processed separately and then bonded together to achieve properties superior to those of its constituents. I repeat, a composite material is a material consisting of two or more phases that are processed separately and then bonded together to achieve properties superior to those of its constituents. അപ്പോൾ കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ കോമ്പോസിറ്റ് മെറ്റീരിയലിനകത്ത് ഒന്നോ രണ്ടോ രണ്ടിലധികം ഫേസസോ കാണും. കോമ്പോസിറ്റ് മെറ്റീരിയലിനകത്ത് രണ്ടോ രണ്ടിലധികം ഫേസസും കാണും. ഈ ഇരിക്കുന്ന ഫേസസ് എല്ലാം, അതായത് അതിനകത്ത് വരുന്ന കോൺസ്റ്റുവൻസിനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഒന്നിച്ച് ബോണ്ട് ചെയ്യും. കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ടിലധികം ഫേസസോ വരുന്ന മെറ്റീരിയൽ ആണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ. ഈ ഫേസസിനെ സെപ്പറേറ്റ് ആയിട്ട്, കോമ്പോസിറ്റ് മെറ്റീരിയൽസിൽ വരുന്ന ഫേസസിനെ സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഒന്നിച്ച് ബോണ്ട് ചെയ്തെടുക്കും. ഈ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിനകത്ത് വരുന്ന ഫേസസിനെ സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ബോണ്ട് ചെയ്തെടുക്കും. സോ ദാറ്റ് we achieve properties superior to those of its constituents. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നതിനേക്കാളും സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും കോമ്പോസിറ്റ് മെറ്റീരിയലിന് ഉണ്ടാവുന്നത്. സോ കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ടിലധികം ഫേസസ് ചേർന്ന് വരുന്ന മെറ്റീരിയൽ ആണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ. ഇതിൽ വരുന്ന ഫേസസിനെ പ്രത്യേകം പ്രത്യേകം പ്രോസസ്സ് ചെയ്തിട്ട് ഒന്നിച്ച് ബോണ്ട് ചെയ്തെടുക്കും. ഇതിൽ വരുന്ന ഫേസസിനെ പ്രത്യേകം ബോണ്ട് ചെയ്ത് പ്രത്യേകം പ്രോസസ്സ് ചെയ്തിട്ട് ബോണ്ട് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്? ഓരോ മെറ്റീരിയൽസിന്റെ ഇൻഡിവിജ്വലി നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് വരുന്ന കോൺസ്റ്റുവൻസിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണോ അതിനേക്കാളും ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് ആയിരിക്കും കോമ്പോസിറ്റ് മെറ്റീരിയലിൽ വരുന്നത്. സോ ദ ഡെഫിനിഷൻ ഇസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഇസ് എ മെറ്റീരിയൽ കൺസിസ്റ്റിംഗ് ഓഫ് two or more phases that are processed separately and then bonded together to achieve properties superior to those of its constituents. Consists of two or more phases which are processed separately, then bonded together so that to achieve properties superior to those of constituents. അതായത് കോമ്പോസിറ്റ് മെറ്റീരിയലിലെ കോൺസ്റ്റുവൻസിന്റെ പ്രോപ്പർട്ടീസിനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയാണ് ഇതിനകത്തെ ഫേസസിനെ സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ് ചെയ്തിട്ട് ഒന്നിച്ച് ബോണ്ട് ചെയ്ത് എടുക്കും. So the term phase to a homogeneous mass of material such as aggregation of grains of identical unit cell structure in a solid material. ഈ phase എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? phase എന്ന് പറയുന്നത് homogeneous mass of material. phase എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? homogeneous mass of material. സോ പലതരം ഹോമോജീനിയസ് മെറ്റീരിയലിനെ ഒന്നിച്ച് ചേർക്കുമ്പോഴാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ടാകുന്നത്. സോ ഫേസ് റെഫേഴ്സ് ടു ഹോമോജീനിയസ് മാസ് ഓഫ് മെറ്റീരിയൽ. ഈ സോളിഡ് മെറ്റലിൽ വരുന്ന അഗ്രിഗേഷൻ ഓഫ് ഗ്രെയിൻസ് ഓഫ് ഐഡന്റിക്കൽ യൂണിറ്റ് സെൽ സ്ട്രക്ചർ, അതൊരു എക്സാമ്പിൾ ആണ് ഹോമോജീനിയസ് മാസ് ഓഫ് മെറ്റീരിയൽ. സോ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോമോജീനിയസ് മാസ് ഓഫ് മെറ്റീരിയൽ. The constituent materials of a composite have significantly different
പ്രോപ്പർട്ടീസ്. ഈ കോമ്പോസിറ്റ് മെറ്റീരിയലിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് മെറ്റീരിയൽസിന് എപ്പോഴും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. The constituent materials have different properties. So ഈ കോമ്പോസിറ്റ് മെറ്റീരിയലിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് മെറ്റീരിയൽസിനെല്ലാം ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽ അല്ല, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും കോമ്പോസിറ്റ് മെറ്റീരിയൽസിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആവുന്നത്. കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ക്യാൻ ബി നാച്ചുറലി ഓർ ആർട്ടിഫിഷ്യലി മെയ്ഡ്. കോമ്പോസിറ്റ് മെറ്റീരിയൽ നാച്ചുറലും ആവാം, ആർട്ടിഫിഷ്യലും ആവാം. കോമ്പോസിറ്റ് മെറ്റീരിയൽസ് നാച്ചുറലും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കോമ്പോസിറ്റ് മെറ്റീരിയൽസും ഉണ്ട്, നാച്ചുറലി ഒക്കറിംഗ് കോമ്പോസിറ്റ് മെറ്റീരിയൽസും ഉണ്ട്. ഇനി എക്സാമ്പിൾസ് ഫോർ നാച്ചുറലി ഒക്കറിംഗ് കോമ്പോസിറ്റ്സ് ആർ വുഡ്, ഗ്രാനൈറ്റ് എക്സെട്ര. വുഡ്, ഗ്രാനൈറ്റ് എക്സെട്ര. വുഡ്, ഗ്രാനൈറ്റ് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ നാച്ചുറലി ഒക്കറിംഗ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഓർ നാച്ചുറൽ കോമ്പോസിറ്റ്സ് ആണ്. whereas artificial or man-made composites എക്സാമ്പിൾ ആണ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ man-made മനുഷ്യ നിർമ്മിതമായ കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കോൺക്രീറ്റ്, സിമെന്റ്, പ്ലൈവുഡ്. കോൺക്രീറ്റ്, സിമെന്റ്, plywood, etc. So examples for natural composite materials are wood, granite, and artificial composite materials are concrete, cement, plywood, etc. Then properties such as strength, electrical conductivity, thermal conductivity can be improved by using composite materials. കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഇംപ്രൂവ് ചെയ്തെടുക്കാം. such as strength, electrical conductivity, thermal conductivity. Strength, electrical and thermal conductivity. So such properties can be improved. നമ്മൾ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ സ്ട്രെങ്ത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, thermal conductivity. The design goal of a composite is to achieve combination of properties that is not displayed by any single material and also to include the best characteristics of each of the component materials. അപ്പോൾ ഈ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഉദ്ദേശം, അതിന്റെ പേർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ഗോൾ എന്താണെന്ന് നോക്കാം. ദ ഡിസൈൻ ഗോൾ ഓഫ് കോമ്പോസിറ്റ്, ഇതിന്റെ ഡിസൈൻ ഗോൾ എന്താണെന്ന് നോക്കാം. ഈ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഡിസൈൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇസ് ടു അച്ചീവ് കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് നോട്ട് ഡിസ്പ്ലേഡ് ബൈ എനി സിംഗിൾ മെറ്റീരിയൽ. ഒരു സിംഗിൾ മെറ്റീരിയൽ ഡിസ്പ്ലേ ചെയ്യാത്ത ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് അച്ചീവ് ചെയ്തെടുക്കാൻ. നമ്മൾ ഏതെങ്കിലും ഒരു സിംഗിൾ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു പ്രോപ്പർട്ടിയെ അതായത് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അതാണ് ഒരു ഡിസൈൻ ഗോൾ. സോ വൺ ഡിസൈൻ ഗോൾ ഇസ് ടു അച്ചീവ് എ കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് നോട്ട് ഡിസ്പ്ലേഡ് ബൈ എനി സിംഗിൾ മെറ്റീരിയൽ. അച്ചീവ് combination of property not displayed by single material. ഒരു സിംഗിൾ മെറ്റീരിയൽ ഡിസ്പ്ലേ ചെയ്യാത്ത ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടി അച്ചീവ് ചെയ്തെടുക്കാൻ നമുക്കൊരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുന്ന വേറൊരു
ഡിസൈൻ ചെയ്യാനുള്ള ഗോൾ എന്താണെന്ന് വെച്ചാൽ ടു ഇൻക്ലൂഡ് ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഓഫ് കമ്പോണന്റ് മെറ്റീരിയൽസ്. ടു ഇൻക്ലൂഡ് best characteristics of component material. വേറൊരു ഗോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോമ്പോസിറ്റ് മെറ്റീരിയലിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്പോണന്റ് മെറ്റീരിയൽസിന്റെ ഏറ്റവും നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. സോ ദ ഡിസൈൻ ഗോൾ ഈസ് to achieve a combination of property which is not displayed by any single material and to include the best characteristics of component materials. So these are the design goals. So the properties of a composite material or composite depends on constituents, physical shape of constituents and the way they are combined to form the material. So ഈ കോമ്പോസിറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും? പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ കോൺസ്റ്റിറ്റ്യുവൻസ്. കോമ്പോസിറ്റ് മെറ്റീരിയലിലെ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫിസിക്കൽ ഷേപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ്, ഫിസിക്കൽ ഷേപ്പ് ഓഫ് constituents and also way they are combined, way of combining constituents. സോ ഒരു കോമ്പോസിറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തിനെയൊക്കെ അഫക്ട് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കോമ്പോസിറ്റിൽ വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഫിസിക്കൽ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിനെ എങ്ങനെയാണോ കമ്പൈൻ ചെയ്തെടുത്തേക്കുന്നത് ആ മെത്തേഡിനെയും ഡിപ്പെൻഡ് ചെയ്യും. In some of the composite materials, high strength with light weight is combined. In some of the composite materials, it is a combination of high strength with light weight. അതായത് കോമ്പോസിറ്റ് മെറ്റീരിയൽസിന് പല പല പ്രോപ്പർട്ടീസിന്റെ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹൈ സ്ട്രെങ്ത് വിത്ത് ലൈറ്റ് വെയ്റ്റ്. ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും, പക്ഷെ നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അതൊരു വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ദെൻ some composites are strong, hard and capable of maintaining properties at elevated temperature. ചില composites ആണെങ്കിൽ strong, hard and capable of maintaining properties at high temperatures. അതായത് ചില മെറ്റീരിയൽസിനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവന്റെ പ്രോപ്പർട്ടീസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് മാറ്റിയെടുക്കാൻ നമുക്ക് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതായത് അവരുടെ ഡിസൈഡ് പ്രോപ്പർട്ടീസ് നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. എക്സാമ്പിൾ സിമെന്റഡ് കാർബൈഡ് കട്ടിംഗ് ടൂൾസ്. സിമെന്റഡ് കാർബൈഡ് കട്ടിംഗ് tools. ഇനി നമുക്ക് കുറച്ച് കോമ്പോസിറ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് നോക്കാം. A large number of composite types exist that are represented by different combinations of metals, ceramics and polymers. ഒരുപാട് കോമ്പിനേഷൻസ് വരുന്നു with metals, ceramics, and polymers. So ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ വരുന്ന ഒരുപാട് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. One of the most common and familiar composites is fiber glass. ഒരുപാട് ഉപയോഗം വരുന്ന ഒരു കോമ്പോസിറ്റ് ആണ് ഫൈബർ ഗ്ലാസ്.
in which small fibers are embedded within polymeric material. ഇതില് small fibers embedded in polymeric material. ചെറിയ ഗ്ലാസ് ഫൈബേഴ്സിനെ പോളിമെറിക് മെറ്റീരിയലിൽ എംബഡ് ചെയ്തെടുക്കുന്നതാണ് ഈ ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നത്. The glass fibers are strong and stiff whereas polymer is flexible. ഈ സ്മോൾ ഗ്ലാസ് ഫൈബേഴ്സിനെ പോളിമർ മെറ്റീരിയലിൽ എംബഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഫൈബർ ഗ്ലാസ് കിട്ടുന്നത്. ഇതില് ഗ്ലാസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് they are stiff, strong and they are stiff and strong. ഗ്ലാസ് ഫൈബേഴ്സ് സ്റ്റിഫ് ആൻഡ് സ്ട്രോങ് ആണ്. whereas പോളിമറിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ ഫൈബർ ഗ്ലാസ് എങ്ങനെയായിരിക്കും? ഫൈബർ ഗ്ലാസ് സ്റ്റിഫ്, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതിനകത്ത് ഗ്ലാസ് ഫൈബേഴ്സ് സ്റ്റിഫ് ആൻഡ് സ്ട്രോങ് ആണ്, പോളിമറിക് മെറ്റീരിയൽ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ഫൈബർ ഗ്ലാസ് എങ്ങനെയായിരിക്കും? ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നത് സ്റ്റിഫ് ആൻഡ് സ്ട്രോങ് പ്ലസ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ക്ലിയർ? ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് ആൻഡ് കോമൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ. അതിനകത്ത് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ചെറിയ ഗ്ലാസ് ഫൈബേഴ്സിനെ പോളിമറിക് മെറ്റീരിയലിൽ എംബഡ് ചെയ്യുമ്പോഴാണ് ഫൈബർ ഗ്ലാസ് കിട്ടുന്നത്. ഈ ഗ്ലാസ് ഫൈബേഴ്സിന്റെ പ്രോപ്പർട്ടി എങ്ങനെയാണ്? ദേ ആർ സ്റ്റിഫ് ആൻഡ് സ്ട്രോങ് ആൻഡ് പോളിമറിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ ഫൈബർ ഗ്ലാസിന്റെ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും? സ്റ്റിഫ്, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ലോ ഡെൻസിറ്റി. അതിന്റെ കൂടെ അതിന് ലോ ഡെൻസിറ്റിയും ആണ് അതൊരു അഡീഷണൽ പ്രോപ്പർട്ടി. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ഹാസ് ലോ ഡെൻസിറ്റി. ഫൈബർ ഗ്ലാസിനെ GFRP എന്ന് പറയും, ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ, GFRP. അങ്ങനെ ഫൈബർ ഗ്ലാസിനെ പറയാം. Glass fibers are used to strengthen polymeric materials and composite, and glass fiber reinforced plastics and glass fiber reinforced cement concrete are excellent composite materials. അതായത് GFRP പ്ലാസ്റ്റിക്, ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്കും ഉണ്ട്, ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റും ഉണ്ട്. അതൊക്കെ വളരെ എക്സലന്റ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, ഇത് രണ്ടും കോമ്പോസിറ്റ്സ് ആണ്. കോമ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ തന്നെ. സോ GFRP പ്ലാസ്റ്റിക് ഉണ്ട്, ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്കും ഉണ്ട്, ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റും ഉണ്ട്. They are excellent composite materials. Another technologically important material is carbon fiber reinforced polymer. Carbon fiber reinforced polymer. കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമറും ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. അവിടെ കാർബൺ ഫൈബേഴ്സിനെയാണ് പോളിമർ മെറ്റീരിയൽ എംബഡ് ചെയ്യുന്നത്. കാർബൺ ഫൈബർ ഇൻ പോളിമർ, കാർബൺ ഫൈബറിനെ പോളിമറിക് മെറ്റീരിയൽ എംബഡ് ചെയ്യുമ്പോൾ കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ CFRP കിട്ടും. So effective use of carbon fiber reinforced polymer could significantly increase the life of structures, minimizing maintenance requirements. ഇതെന്ന് പറഞ്ഞാൽ increases life of structure, minimizing maintenance. മെയിൻ്റനൻസ് കുറച്ചുകൊണ്ട് സ്ട്രക്ചറിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യുക, അതാണ് ഈ CFRP തരുന്ന പ്രോപ്പർട്ടി. അതായത് CFRP യൂസ് ചെയ്യുമ്പോൾ
സ്ട്രക്ചറിന്റെ ലൈഫ് ഇൻക്രീസ് ആവും ആൻഡ് മിനിമൈസസ് ദ മെയിൻ്റെനൻസ്. അതിന് വേണ്ട മെയിൻ്റെനൻസ് മിനിമൈസ് ചെയ്യും. സോ യൂസിങ് CFRP റീഇൻഫോഴ്സിംഗ് ബാർസ് ഇൻ കോൺക്രീറ്റ് ക്യാൻ എലിമിനേറ്റ് പൊട്ടൻഷ്യൽ കൊറോഷൻ പ്രോബ്ലംസ് ആൻഡ് സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് മെമ്പർ സ്ട്രക്ചറൽ സ്ട്രെങ്ത്. അപ്പോൾ CFRP റീഇൻഫോഴ്സിംഗ് ബാർസ് യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് കാർബൺ ഫൈബർ റീഇൻഫോഴ്സ് പോളിമർ റീഇൻഫോഴ്സിംഗ് ബാർസ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുവാണെങ്കിൽ കൊറോഷൻ പ്രോബ്ലംസും കുറയ്ക്കാം, മെമ്പറിന്റെ സ്ട്രെങ്തും കൂട്ടാം. പിന്നെ ഇത് എയർക്രാഫ്റ്റിലും എയറോസ്പേസ് ആപ്ലിക്കേഷൻസിലും ഉണ്ട്, ആസ് വെൽ ആസ് ഹൈടെക് സ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ്. ഹൈടെക് സ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സിലും എയർക്രാഫ്റ്റിലും എയറോസ്പേസിലും ഒക്കെ ഉപയോഗിക്കും. എയർക്രാഫ്റ്റ്, എയറോസ്പേസ്, സ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ്, പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ബാർസ് ആയിട്ടും യൂസ് ചെയ്യും. So these are the applications of carbon fiber. Increases the life of structure, minimizing maintenance required. Aircraft, aerospace, sporting equipment, reinforced bars എല്ലാം CFRP യൂസ് ചെയ്യും. സോ ഇതാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ. അതായത് രണ്ടോ രണ്ടിലധികം ഹോമോജീനിയസ് മെറ്റീരിയൽസ് പ്രത്യേകം പ്രോസസ് ചെയ്തിട്ട് ഒന്നിച്ച് ബോണ്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ കിട്ടുന്നത്. സോ അങ്ങനെ കിട്ടുന്ന കോമ്പോസിറ്റ് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ പ്രോപ്പർട്ടീസിനേക്കാളും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കിട്ടും, അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കിട്ടും. പിന്നെ കോമ്പോസിറ്റ് മെറ്റീരിയൽ അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന് ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയും ഇത് കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ കിട്ടും. അതാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽസിന്റെ ഉപയോഗം. Next is thermal insulating materials. Thermal insulating materials. Thermal insulating materials. We know that heat flows from hotter to colder regions. The rate of heat flow from outside to inside or inside to outside of a building depends upon the capacity of building units such as walls, roofs, etc. to transmit the heat. By using suitable building materials and construction methods, it is possible to control the rate of transmission of heat in a building. The purpose of thermal insulation is to restrict the heat transfer from warmer to cooler areas. നമുക്കറിയാം ഹീറ്റ് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? ഹീറ്റ് ഫ്ലോസ് ഫ്രം hotter to colder regions. Heat flow എപ്പോഴും from hotter to colder regions അല്ലെങ്കിൽ zones ആയിരിക്കും. And the rate of heat flow from outside to inside or inside to outside of a building depends on capacity of building units to transmit heat. ഒരു ബിൽഡിങ്ങിനകത്തുള്ള heat flow. The rate of heat flow in a building depends on the capacity of building units. Depends on the capacity of building units to transmit the heat. അതായത് ബിൽഡിങ്ങിന്റെ റൂഫ്, വാൾസ് അങ്ങനെയുള്ള ബിൽഡിംഗ് യൂണിറ്റ്സിന് എത്രത്തോളം ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുമോ അതനുസരിച്ചായിരിക്കും ഒരു ബിൽഡിങ്ങിൽ വരുന്ന ഹീറ്റ് ഫ്ലോ റേറ്റ്. ഈ ബിൽഡിങ്ങിനകത്തുള്ള ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ ഫ്രം ഇൻസൈഡ് ഓഫ് ദ ബിൽഡിംഗ് ടു ഔട്ട്സൈഡ് ഓഫ് ദ ബിൽഡിംഗ് ഓർ ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ഓഫ് ദ ബിൽഡിംഗ്. സോ രണ്ട് ഡയറക്ഷനിലും ഹീറ്റ് ഫ്ലോ ഉണ്ടാവാം. ആ ഹീറ്റ് ഫ്ലോയുടെ റേറ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് യൂണിറ്റ്സിന്റെ
ഹീറ്റ് ട്രാൻസ്മിറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. സോ നമ്മൾ സൂട്ടബിൾ ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷൻ മെത്തേഡ്സും യൂസ് ചെയ്യുവാണെങ്കിൽ we can control the rate of transmission of heat. Use of suitable building materials and construction methods, we can control heat transmission rate. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷൻ മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ കൺട്രോൾ ഹീറ്റ് ട്രാൻസ്മിഷൻ. ഇനി ഹീറ്റ് ഇൻസുലേഷന്റെ പർപ്പസ് എന്താണ്? ടു റെസ്ട്രിക്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം വാർമർ ടു കൂളർ ഏരിയാസ്. thermal insulation purpose of thermal insulation എന്താണ്? To restrict or prevent heat transfer from warmer to cooler zones or cooler regions. ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണുപ്പുള്ള സ്ഥലത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ thermal insulation ഉപയോഗിക്കുന്നത്. So what is the purpose of thermal insulation? To insulate heat flow. Insulation എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യാം. So to restrict heat transfer from warmer to cooler regions. ചൂടുള്ള സ്ഥലത്തു നിന്നും ചൂട് കുറവുള്ള സ്ഥലത്തോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയാണ് thermal insulation നമ്മൾ ഉപയോഗിക്കുന്നത്. So there are so many thermal insulating materials. First one is slab or block insulation. Slab or block insulation. Slab or block insulation. So slab or block insulation എന്ന് പറഞ്ഞാൽ they are boards manufactured by binding cork, cellular glass, rubber, wooden blocks or wood fiber with the help of cement. എന്താണ് slab or block insulation? They are boards manufactured by ബൈൻഡിങ്. എന്തൊക്കെ മെറ്റീരിയൽസ് ബൈൻഡ് ചെയ്യുമ്പോൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ബോർഡാണ്. കുറച്ച് മെറ്റീരിയൽസ് ബൈൻഡ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ബോർഡ്സ് ആണ് സ്ലാബ് ഓർ ബ്ലോക്ക് ഇൻസുലേഷൻ. സോ ദേ ആർ ബോർഡ്സ് മാനുഫാക്ചർഡ് ബൈ ബൈൻഡിങ് കോക്ക്, സെല്ലുലാർ ഗ്ലാസ്, കോർക്ക് ഉണ്ട്, സെല്ലുലാർ ഗ്ലാസ് ഉണ്ട്, then rubber, wooden blocks or wood fiber with help of cement or wood fiber with help of സിമെന്റിന്റെ സഹായത്തോടു കൂടി കോർക്ക്, സെല്ലുലാർ ഗ്ലാസ്, റബ്ബർ ആൻഡ് വുഡൻ ബ്ലോക്സ് ഓർ വുഡ് ഫൈബറിനെ ബൈൻഡ് ചെയ്തെടുത്തിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ബോർഡുകളാണ് ഈ സ്ലാബ് ഓർ ബ്ലോക്ക് ഇൻസുലേഷൻ. These slabs are about 25 mm in thickness. Thickness എത്രയായിരിക്കും? 25 mm thickness കാണും. They are fixed on walls or ceilings. They are fixed on walls or ceilings. So thermal insulation വേണ്ടി സ്ലാബ് അല്ലെങ്കിൽ ബ്ലോക്ക് ഇൻസുലേഷൻ വാൾസിലോ സീലിംഗ്സിലോ ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഈ സ്ലാബുകൾക്ക് 25 mm തിക്നെസ് കാണും. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ബോർഡ്സ് മാനുഫാക്ചർഡ് ബൈ ബൈൻഡിങ് കോർക്ക്, സെല്ലുലാർ ഗ്ലാസ്, റബ്ബർ, വുഡൻ ബ്ലോക്സ്, വുഡ് ഫൈബർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമെന്റ്. Now second one is insulating boards.
insulating boards. So these boards are prepared by binding wood cane or pulp with adhesives. Binding wood cane or പൾപ്പിനെയോ അഡ്ഹസീവ്സുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇൻസുലേറ്റിംഗ് ബോർഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അഡ്ഹസീവ്സുമായിട്ട് വുഡ് കെയിനിനെയോ പൾപ്പിനെയോ ബൈൻഡ് ചെയ്തെടുക്കുമ്പോഴാണ് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? ഇൻസുലേറ്റിംഗ് ബോർഡ്സ്. They are available in different thickness and sizes. They are available in different thickness and sizes. പല തിക്നെസ്സിലും സൈസിലുമാണ് കിട്ടുന്നത്. And they are fixed to interior walls and ceilings. അത് എവിടെ ഫിക്സ് ചെയ്യുന്നു? ഇന്റീരിയർ വാൾസിലും സീലിംഗ്സിലും ഫിക്സ് ചെയ്യും. Fixed to ceilings and interior walls. ഇന്റീരിയർ വാൾസിലും സീലിംഗ്സിലും ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസുലേറ്റിംഗ് ബോർഡ്സിനെ തെർമൽ ഇൻസുലേഷന് വേണ്ടി സീലിംഗ്സിലും ഇന്റീരിയർ വാൾസിലും ഫിക്സ് ചെയ്യും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ബൈൻഡിങ് wood cane or pulp with adhesives, and they are available in different thickness and sizes. Next is blanket insulation. Next is blanket insulation. Insulation in the form of rolls made up of flexible fibrous materials like mineral wool, wood fiber, cotton or animal hair. Rolls in the shape flexible fibrous material കൊണ്ടുണ്ടാക്കിയ ഇൻസുലേഷൻ, അതാണ് ബ്ലാങ്കറ്റ് ഇൻസുലേഷൻ. ഫ്ലെക്സിബിൾ ഫൈബ്രസ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ റോൾസിന്റെ ഷേപ്പിലുള്ള ഇൻസുലേഷൻ, അതാണ് ബ്ലാങ്കറ്റ് ഇൻസുലേഷൻ. ഇൻ ദ ഫോം ഓഫ് റോൾസ് ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് flexible fibrous material. Flexible fibrous material കൊണ്ടുണ്ടാക്കിയ റോൾ ഷേപ്പിലുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ് ഈ ബ്ലാങ്കറ്റ് ഇൻസുലേഷൻ. എന്തൊക്കെ ഫ്ലെക്സിബിൾ ഫൈബ്രസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം? മിനറൽ വൂൾ, വുഡ് ഫൈബർ, കോട്ടൺ ഓർ ആനിമൽ ഹെയർ. Mineral wool, animal hair, wood fiber or cotton. So ഇത്രയും ഫ്ലെക്സിബിൾ ഫൈബ്രസ് മെറ്റീരിയൽസ് നമുക്ക് ബ്ലാങ്കറ്റ് ഇൻസുലേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. So thickness may be varying from 10 to 80 mm. 10 to 80 mm thickness വരും. Thickness 10 mm to 80 mm ആയിരിക്കും. And they are spread on walls or ceilings. ഈ ബ്ലാങ്കറ്റ് എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യും? Spread on ceilings or walls. Now fourth one is back insulating material. Back insulating material എവിടെയൊക്കെ യൂസ് ചെയ്യും? They are similar to blanket insulation but smaller in size or greater in thickness. ഇത് small in size and greater thickness. ബ്ലാങ്കറ്റ് ഇൻസുലേഷന് സിമിലർ ആണ് ബാക്ക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈസ് കുറവായിരിക്കും, തിക്നെസ് കൂടുതലായിരിക്കും. സൈസ് കുറവും തിക്നെസ് കൂടുതലായിരിക്കും. ആൻഡ് തിക്നെസ് യൂഷ്വലി 50, 70 and 90 mm. യൂഷ്വലി ഇതിന് വരുന്ന തിക്നെസ് എന്ന് പറയുന്നത് 50 mm
70 mm and 90 mm. So ഈ തിക്നെസ്സിലായിരിക്കും ബാറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് വരുന്നത്. They are fixed to framing units and frames and then fixed to walls or ceilings. Fixed to framing units and frames, then fixed to walls or ceilings. ആദ്യം ഫ്രെയിമിംഗ് യൂണിറ്റ്സിലോ ഫ്രെയിംസിലോ ഫിക്സ് ചെയ്തിട്ട് വാൾസിലോ സീലിംഗ്സിലോ ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് ബാറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഫിക്സ് ചെയ്യുന്നത്. Now the fifth type is loose fill insulation. Loose fill insulation. Loose fill insulation എന്ന് പറഞ്ഞാൽ it consists of fibrous materials like mineral wool, processed wood fiber, cotton, animal hair, etc. filled loosely in an enclosed space. ഇതെങ്ങനെയാണ്? Fibrous material filled loosely in enclosed space. ഒരു എൻക്ലോസ്ഡ് സ്പേസിൽ ഫൈബ്രസ് മെറ്റീരിയൽസിനെ ലൂസ് ആയിട്ട് ഫില്ല് ചെയ്യും. അപ്പൊ നമുക്ക് ലൂസ് ഫിൽ ഇൻസുലേഷൻ കിട്ടും. ലൂസ് ഫിൽ ഇൻസുലേഷൻ മെറ്റീരിയൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഫൈബ്രസ് മെറ്റീരിയൽസിനെ ഒരു എൻക്ലോസ്ഡ് സ്പേസിൽ ലൂസ് ആയിട്ട് ഫില്ല് ചെയ്യണം. ആ പേര് പോലെ തന്നെ എൻക്ലോസ്ഡ് സ്പേസിൽ ഫൈബ്രസ് മെറ്റീരിയൽസിനെ ലൂസ് ആയിട്ട് ഫില്ല് ചെയ്യണം. എന്തൊക്കെ ഫൈബ്രസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം? മിനറൽ വൂൾ, processed wood fibers, processed wood fibers, cotton, animal hair. So a mineral wool, processed wood fiber, cotton, animal hair ഇതുപോലുള്ള ഫൈബ്രസ് മെറ്റീരിയൽസിനെ ഒരു എൻക്ലോസ്ഡ് സ്പേസിൽ ലൂസ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുമ്പോഴാണ് ലൂസ് ഫിൽ ഇൻസുലേഷൻ കിട്ടുന്നത്. Next is reflective type materials. Reflective type materials. So അതെന്താണെന്ന് നോക്കാം. These are sheets made of highly reflective materials which are fixed to roofs or external walls. So ഇത് എവിടെ ഫിക്സ് ചെയ്യുന്നു? They are fixed to roofs or external walls. റൂഫ്സിലോ എക്സ്റ്റേണൽ വാൾസിലോ ഫിക്സ് ചെയ്യുന്ന ഹൈലി റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ ഷീറ്റ്. They are sheets of highly reflective material. നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിവുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഷീറ്റ്സ് ആണ് റിഫ്ലക്റ്റീവ് ടൈപ്പ് മെറ്റീരിയൽസിൽ വരുന്നത്. ഈ ഷീറ്റ്സിനെ റൂഫ്സിലോ എക്സ്റ്റേണൽ വാൾസിലോ ഫിക്സ് ചെയ്യും. They reflect sunlight and minimize heat absorption. ഇതെങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്? Reflect sunlight and minimize heat absorption. സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് ഹീറ്റ് അബ്സോർപ്ഷൻ മിനിമൈസ് ചെയ്യും. മിനിമൈസ് ഹീറ്റ് അബ്സോർപ്ഷൻ. സോ അങ്ങനെയാണ് തെർമൽ ഇൻസുലേഷൻ അവിടെ നടക്കുന്നത്. These sheets consist of gypsum boards, steel sheet and reflective materials such as aluminum foil, structured glass, etc. So ഷീറ്റിനകത്ത് എന്ത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്? ജിപ്സം ബോർഡ്സ് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റീൽ ഷീറ്റ് പ്ലസ് റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ. റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ ഏതൊക്കെയാണ്? അലൂമിനിയം ഫോയിൽ, സ്ട്രക്ചർ ഗ്ലാസ് ഒക്കെ. അലൂമിനിയം ഫോയിൽ ഓർ സ്ട്രക്ചർ ഗ്ലാസ്. So
എക്സ്റ്റേണൽ വാൾസിലോ റൂഫ്സിലോ ഫിക്സ് ചെയ്യുന്ന ഹൈലി റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ ഷീറ്റ്സ് ആണ് റിഫ്ലക്റ്റീവ് ടൈപ്പ് മെറ്റീരിയൽ. അത് സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്തിട്ട് ഹീറ്റ് അബ്സോർപ്ഷൻ മിനിമൈസ് ചെയ്യും. സോ ഈ റിഫ്ലക്റ്റീവ് ടൈപ്പ് മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ജിപ്സം ബോർഡ്, സ്റ്റീൽ ഷീറ്റ് പ്ലസ് reflective materials like aluminum foil, structure glass, etc. Now, the last type of thermal insulating material is lightweight aggregates. Lightweight aggregates. Last type ആണ് lightweight aggregates. So എങ്ങനെയാണ് ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പ്രോഡക്ട്സ് ഹാവ് ലോവർ ഇൻസുലേറ്റിംഗ് വാല്യൂ. കോൺക്രീറ്റ് പ്രോഡക്ട്സിന് ഹാവ് ലോവർ ഇൻസുലേറ്റിംഗ് വാല്യൂ. കോൺക്രീറ്റ് പ്രോഡക്ട്സിന് ഇൻസുലേറ്റിംഗ് വാല്യൂ കുറവാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി അഗ്രിഗേറ്റ്, ഇഫ് ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റ്സ് are used, thermal insulation is improved. അപ്പോൾ ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റ്സ് ആകുമ്പോൾ thermal insulation improve ചെയ്യും. ലൈറ്റ് വെയിറ്റ് aggregates improve thermal insulation. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ കോൺക്രീറ്റ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത് കോൺക്രീറ്റ് പ്രോഡക്ട്സ് പറയുന്ന സാധാരണ അഗ്രിഗേറ്റ്സ് ഒക്കെ ലോവർ ഇൻസുലേറ്റിംഗ് വാല്യൂ, thermal ഇൻസുലേഷൻ കുറവായിരിക്കും. അതേസമയം ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ thermal ഇൻസുലേഷൻ നമുക്ക് കൺസിഡറബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. ഇനി ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് എന്തെല്ലാം മെറ്റീരിയൽസ് ആയിരിക്കും? ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ആവാം. പിന്നെന്താണ്? ബേൺഡ് ക്ലേ അഗ്രിഗേറ്റ്സ് ആവാം. burnt clay aggregates, burnt clay aggregates, or even porous aggregates. So സാധാരണ ഓർഡിനറി അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നതിന് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് വാല്യൂ കുറവാണ്. Whereas lightweight aggregates like blast furnace slag, burnt clay aggregates or porous aggregates യൂസ് ചെയ്യുവാണെങ്കിൽ thermal insulation property നമുക്ക് കൺസിഡറബിൾ ആയിട്ട് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. So heat flow from cooler to warmer regions റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയാണ് thermal insulating materials യൂസ് ചെയ്യുന്നത്. And various insulating materials which are used in buildings are slab or block insulation, insulating boards, blanket insulation, bath insulating material, loose fill insulation, reflective type materials, and last lightweight aggregates.